guys, welcome back to another Christmas video of our YouTube channel WOLO. We only live once. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. പ്ലം കേക്ക് ആണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്ത് അതൊന്ന് മെൽറ്റ് ചെയ്യണം. മെൽറ്റായി വരുമ്പോഴത്തേനും അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കളർ മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. അത് തണുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യം നമുക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിനകത്ത് നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പൊടിച്ചു വെച്ച ഗ്രാമ്പൂ പൊടി. ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഗ്രാമ്പൂവിന്റെ പൊടി തീരെ ചെറിയ തരികളാണെങ്കിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇച്ചിരി വലിയ തരികളാണ്, നമ്മളപ്പോൾ അത് ഇടുന്നില്ല. അപ്പോൾ ഇത് നമ്മളൊരു 3 വീക്സ് മുമ്പ് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെയാണ് സോക്ക് ചെയ്തതെന്നുള്ളത് ഈ ലിങ്കിൽ പോയിട്ട് കണ്ടോളൂ. അപ്പോൾ നമുക്കിത് എടുക്കാം. ഓക്കെ, ഇതിനാവശ്യമുള്ളത് 1/2 കപ്പ് സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ഇതിൻ്റെ സിറപ്പ് കൂടെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്തോട്ട് കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു സ്പൂൺ ഫ്ലവർ ഇട്ടിട്ട് നമുക്കതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഈ കോട്ടിങ് കാരണമാണ് പിന്നെ നമ്മൾ കേക്കിൽ അത് ഇടുമ്പോൾ അത് താന്നു പോവാതിരിക്കുക. ഇപ്പം എല്ലാം ഒന്ന് കോട്ടായിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കണം. അപ്പം അടുത്ത് നമുക്ക് ഒരു 10 കാഷ്യൂ, 5 ആൽമണ്ട്സ്, 5 പിസ്താഷ്യോ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അധികം പൊടിയാവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി കിട്ടിയാൽ മതി. നമ്മുടെ പിസ്തയും ബദാമും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളത് ഇട്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് ഒരു 10 കാഷ്യൂ എക്സ്ട്രാ ഇട്ടാലും മതി. നമ്മൾ എടുത്തു വെച്ച 25 ഗ്രാം ബട്ടർ നമുക്ക് നമ്മുടെ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ബീറ്റ് ചെയ്യാനായിട്ട്. ബട്ടർ ഒന്ന് ബീറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ഇച്ചിരിച്ചിരായിട്ടിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ 6 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്ത് പൊടിക്കുകയാണ് ചെയ്തത്. ഈ ഷുഗർ പൊടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചൂട് കാണും, അപ്പോൾ അത് ആറിയിട്ട് വേണം നമ്മൾ ഇത് ബീറ്റ് ചെയ്യാൻ എടുക്കാൻ. അതേപോലെ നമ്മുടെ ബട്ടറും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒത്തിരി മെൽറ്റായി പോകാൻ വേണ്ട, അതേപോലെ തണുത്ത ബട്ടറും പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇതും റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന മുട്ടയാണ്. ഇപ്പം ഇത് നല്ലപോലെ പതഞ്ഞ് അടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ല അതും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് പകുതി നമുക്ക് ഈ മിക്സ് ചെയ്തതിനകത്തോട്ട് ഇടാം. എന്നിട്ടത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് തിക്കായിരിക്കും നമ്മുടെ ബാറ്റർ, അത് കുഴപ്പമില്ല. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇടേണ്ടത് ഓറഞ്ച് ജസ്റ്റ് ആണ്, 1 ടേബിൾ സ്പൂൺ. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഷോർട്സ് മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
ഇതിനകത്ത് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബാറ്റർ നമ്മുടെ പാനിലോട്ട് ഇടാം. നമ്മൾ പാനിലോട്ട് ഒഴിക്കുക. പാനിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ സൈഡിലും ബാറ്റർ ഈക്വൽ ആയിട്ട് വരുന്നോ നോക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി മുന്തിരിയും കാഷ്യൂവും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്കിംഗ് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആയോ ഇല്ലേ. അപ്പം നമ്മുടെ കേക്ക് തണുത്തു. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റാം. ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഇതിനെ നമ്മൾ ആക്ച്വലി 1 ഡേ കഴിഞ്ഞിട്ടേ മുറിക്കത്തുള്ളൂ. ഇത് നമ്മളിങ്ങനെ അടച്ച് നാളെ വരെ വെച്ചേക്കാം. അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കി വെച്ച് ഇപ്പൊ 2 ദിവസമായി. 2 ദിവസം കഴിഞ്ഞ് എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്കൊന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്ക് റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.